മനുഷ്യരാക്കി എന്നത് അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ്. വലക്കത് കറംനാ ബനി ആദം, അല്ലാഹു തന്ന വലിയ നിഅമത്താണ് മനുഷ്യരാക്കിയത്. നമ്മളൊക്കെ ഒരു പന്നിയോ ഒരു പട്ടിയോ ഒരു ശോനനോ ഒരു നായയോ ഒരു കഴുതയോ ഒക്കെ ആയിരുന്നെങ്കിൽ അവസ്ഥ എന്താ? അല്ലാഹു മനുഷ്യരാക്കിയില്ലേ? ഇനി അതിൽ തന്നെ അല്ലാഹു പറഞ്ഞു, മനുഷ്യരിൽ തന്നെ അല്ലാഹു തആല ഖുർആനിന്റെ അഹ്ലുകാരാക്കി നമ്മളെ മാറ്റി. നമ്മൾ തൗറാത്തിന്റെ ആളല്ല, ഇൻജീലിന്റെ ആളല്ല, സബൂറിന്റെ ആളല്ല, ഏടുകളുടെ ആളല്ല. നമ്മൾ എന്തിന്റെ ആളാ? ഖുർആനിന്റെ അഹ്ലുകാരാ. അത് അല്ലാഹു തന്ന രണ്ടാമത്തെ വലിയ അനുഗ്രഹമാണ്. അഥവാ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമാണോ? എന്നിട്ട് നമ്മൾ പിഴച്ച ഒരു ആദർശത്തെ നെഞ്ചിലേക്ക് ഏറ്റാതെ അഹ്ലുസുന്നയുടെ കൊടിക്കീഴിൽ അല്ലാഹു നമ്മളെ നിരത്തി നിർത്തിയില്ലേ? ചെറിയ കാര്യമാണോ? എന്തിന് റസൂൽ, എന്തിന് സ്വലാത്ത്, എന്തിന് ദീന്, എന്തിന് ഖുർആൻ? സാമ്പ്രദായിക മൊല്ലമാരുടെ ഏതെങ്കിലുമൊക്കെ ജൽപ്പനങ്ങളാണ് എന്ന നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന സത്യനിഷേധികളെക്കാൾ ഏറ്റവും വലിയ കൊടും വിഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളിൽ പെടുത്താതെ അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ പോരാളികളാക്കി നമ്മളെ മാറ്റിയത് അല്ലാഹു തന്ന വലിയ ഭാഗ്യമല്ലേ? അല്ലാഹു തന്ന വലിയ ഭാഗ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ഞാനും നിങ്ങളും അടങ്ങുന്ന നമുക്ക് ഇത്രയും വലിയ ഭാഗ്യം തന്നെങ്കിൽ നാളെ പടച്ചോന്റെ കോടതിയിൽ എന്റെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന ഒരു പ്രകാശമുണ്ട്. ഫലസ്തീൻ മക്കളുടെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന്റെ പേരാണ് ഈമാനിന്റെ പ്രഭ, ഈമാനിന്റെ പ്രകാശം, ഈമാനിന്റെ വെളിച്ചം. ആ പ്രകാശമാണ് നമുക്ക് ഇവിടുന്ന് സ്വായത്തമാക്കേണ്ടത്.